കർണാടകയിൽ വീണ്ടും ട്വിസ്റ്റ്. രാമലിംഗ റെഡ്ഡി മന്ത്രിയായി തുടരും. രാജി പിൻവലിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അറിയിച്ചിട്ടുണ്ട്. രാമലിംഗ റെഡ്ഡി പാർട്ടിയുടെ സ്വത്തെന്നും രൺദീപ് സിംഗ് സുർജേവാല പറയുന്നു. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സജു, രാഷ്ട്രീയ നാടകം വീണ്ടും തുടരുകയാണ് കർണാടകയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് വലിയ ട്വിസ്റ്റാണ്. രാമലിംഗ റെഡ്ഡി എങ്ങനെയാണ് ആ പ്രശ്നത്തിൽ ഒരു സമവായം ഉണ്ടാക്കിയത്? അതിൽ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടത്? എന്താണ് വിവരങ്ങൾ? പ്രവിത, ഇന്നലെ രാവിലെയായിരുന്നു മന്ത്രിയുടെ രാജി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ബംഗളൂരു നഗരവികസനം നൽകിയില്ല എന്നതിലുള്ള പിണക്കം അല്ലെങ്കിൽ അതിലുള്ള അസ്വസ്ഥത മൂലമാണ് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്നലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ബംഗളൂരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ നേതാക്കളൊക്കെയും ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ഇദ്ദേഹവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം രാജി പിൻവലിച്ചിരിക്കുന്നത്. ഒരു രാത്രി കൊണ്ടാണ് ഈ നാടകീയതകളൊക്കെയും സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ രാജി പിൻവലിച്ചു എന്നാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. രാജി ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് രാജി ഉണ്ടായത്. പക്ഷെ അതൊക്കെയും പരിഹരിച്ചു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അത് വേഗത്തിൽ പരിഹരിച്ചെന്നും അദ്ദേഹം മന്ത്രിയായി തുടരുമെന്നാണ്, രാമലിംഗ റെഡ്ഡി ഇനിയിപ്പോൾ മന്ത്രിയായി തുടരുമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അല്പസമയം. അപ്പോ ഈ വകുപ്പ് മാറ്റിക്കൊടുക്കുമോ? ജലസേചനം തന്നെയാണ് എന്നാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വകുപ്പ് വിഭജനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ആദ്യം അദ്ദേഹത്തിന് നൽകിയ ജലസേചന വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകുക. നിലവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൃഷ്ണഭൈര ഗൌഡയാണ്. അദ്ദേഹം തന്നെ ആയിരിക്കും ബംഗളൂരു നഗരവികസനം മുൻപോട്ട് കൊണ്ടുപോകുക. എന്തായാലും സോണിയാഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ശ്രമഫലമായിട്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഇദ്ദേഹത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ തന്നെ ആയതെന്നാണ് AICC വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായി തുടരും. അദ്ദേഹത്തിന്റെ അസ്വാരസ്യങ്ങളൊക്കെയും പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. ശരി, സജു ചാമക്കാലയിലാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിനു മുമ്പ് ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ. is extremely valuable to the party. Shri DK Shivkumar, Shri BK Hari Prasad, Shri Siddaramaiah and myself, we all spoke to him that he has withdrawn his resignation. There was some misunderstanding. He shall continue to work as a loyal soldier and minister of the party. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.